ഡൊണാൾഡ് ട്രംപുമായി ഇലോൺ മസ്ക് ഉടക്കി പിരിഞ്ഞതും തുടർച്ചയായ റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ടതുമെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം കൊട്ടിഘോഷിക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ചർച്ചാ വിഷയമാകുന്നത് മറ്റൊന്നാണ്. സംഭവം മറ്റൊന്നുമല്ല, ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൾ മസ്ക് ഇന്ത്യയിൽ എത്തിയതാണ് കാര്യം. വെറുതെ ഇന്ത്യയിൽ എത്തിയതല്ല കേട്ടോ, വാണിജ്യപരമായ ലക്ഷ്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു സന്ദർശനത്തിനിടെ ഇറോൾ നൽകിയ ഒരു പ്രസ്താവനയാണ് സന്ദർശനത്തിന്റെ സ്വീകാര്യത കൂട്ടുന്നത്. ഇന്ത്യയിൽ ടെസ്ല ഫാക്ടറി സ്ഥാപിക്കുന്നതിൽ യാതൊരു സംശയവുമില്ലെന്നാണ് ഇലോൺ മസ്കിന്റെ പിതാവ് ഇറോൾ മസ്ക് പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്റെ മകനും അവർക്ക് ഇരുവർക്കും പ്രയോജനകരമായ കാര്യം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ടെസ്ലയെ രാജ്യത്തെത്തിക്കുമ്പോൾ പ്രധാനമന്ത്രി മോദിക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾ പരിഗണിക്കേണ്ടി വരുമെന്നും ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ ഇറോൾ മസ്ക് പറഞ്ഞു. ഇലോണിന് ഒരു കമ്പനി എന്ന നിലയിൽ ടെസ്ലയുടെ താല്പര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കും ടെസ്ലയ്ക്കും മികച്ച നേട്ടമാവുന്ന എന്തെങ്കിലും അവർ ചെയ്യും. ഒരു സ്വകാര്യ വ്യക്തി എന്ന നിലയിലാണ് താൻ ഇത് പറയുന്നതെന്നും കാരണം ടെസ്ല ഒരു പൊതു കമ്പനിയാണെന്നും ദക്ഷിണാഫ്രിക്കൻ വ്യവസായിയായ 79-കാരൻ ഇറോൾ മസ്ക് പറഞ്ഞു. ഇന്ത്യയിൽ ടെസ്ലയുടെ നിർമ്മാണ പ്ലാന്റ് വരുമെന്നതിൽ എനിക്ക് ഒരു സംശയവുമില്ല. ഇവിടെ അത് ഉണ്ടാകണം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഇന്ത്യ, ഇറോൾ മസ്ക് IANS-നോട് പറഞ്ഞു. ഏറെക്കാലമായി ഇന്ത്യയിൽ ടെസ്ലയുടെ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിൽ ഇന്ത്യയിൽ ടെസ്ല കാറുകൾ വിതരണം ചെയ്യുന്നതിനുമായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അടുത്തിടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിട്ടുമുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപനത്തിന് ഇന്ത്യക്ക് വ്യക്തമായ പദ്ധതികളാണുള്ളത്. 2030 യാത്രാ വാഹനങ്ങളിൽ 30% EV ആക്കാനും ഇരുചക്ര വാഹനങ്ങളിലും മുച്ചക്ര വാഹനങ്ങളിലും 80%, വാണിജ്യ വാഹനങ്ങളിൽ 70% EVയിലേക്ക് മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏപ്രിലിൽ സാങ്കേതിക വിദ്യാ രംഗവുമായി ബന്ധപ്പെട്ട സഹകരണത്തിന് വേണ്ടി ഇലോൺ മസ്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടന്നിരുന്നു. ടെസ്ലയെ കൂടാതെ ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനവും ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അതേസമയം തന്റെ മകൻ ഇലോൺ മസ്ക് ഇതുവരെ ഇന്ത്യ സന്ദർശിക്കാത്തതിൽ തനിക്ക് അത്ഭുതമുണ്ടെന്നും അതൊരു വലിയ തെറ്റായാണ് കാണുന്നതെന്നും ഇറോൾ പറഞ്ഞു. ഇന്ത്യയിലെ നിലവിലെ സാധ്യതകൾ കണക്കിലെടുക്കാൻ ഇലോണിനോട് ഒരു പിതാവ് എന്ന നിലയിൽ പറയുന്നുവെന്നും ഇറോൾ മസ്ക് മാധ്യമപ്രവർത്തകരോട് സംവദിക്കുകയും പറയുകയും ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടനായ ഇറോൾ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ച ശേഷമായിരുന്നു മടക്കം.